കേന്ദ്രത്തിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ CPM എടുത്ത പങ്ക് വളരെ തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കൂട്ട ഘടകകക്ഷികൾ കൂടിയിട്ടുള്ളതാണ് ഇവിടുത്തെ ഭരണകക്ഷികളുള്ളത്. അതിൽ CPIയുടെ നിലപാടിനെ മാറ്റിയിട്ട് അവരെ മാറ്റിയിരുത്തിക്കൊണ്ട് പുതിയൊരു കരാറിൽ ഒപ്പുവെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്നത് CPI ആയിരിക്കും, നമ്മളല്ല. അതിനുശേഷം വരുന്നതിരിക്കുക എന്താണെന്നുള്ളത് പാർട്ടി തന്നെ തമ്മിൽ സംസാരിച്ച് തീർക്കണമെന്ന് CPIയുടെ ഒരു കേന്ദ്ര കമ്മിറ്റി കൂടുന്നുണ്ട്. അതിന് നാളെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതും ചെയ്തത് തെറ്റാണ്. കാരണം അവർ കൂടായിട്ട് ഇരുന്നിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമായിരുന്നു അത്. ഈ CPM നേരത്തെ അതിനെപ്പറ്റി പറഞ്ഞത് 1500 കോടി ഉറുപ്പിക സെൻട്രൽ ഗവൺമെൻറ് നമ്മളെ ഇവിടുത്തെ SSA പോലുള്ള പരിപാടികളൊക്കെ നടത്താൻ വേണ്ടി തരാനുണ്ട്. അതവർ തരണമെങ്കിൽ ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കണമെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ അതിലൊരർത്ഥവുമില്ല. ഇവർ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇന്ന് ഔപചാരിക വിദ്യാഭ്യാസത്തിന് ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ആ ഫണ്ട് തരാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ പരസ്പരം വാശി പിടിച്ചും തർക്കിച്ചും പറഞ്ഞ് ബഹുജനങ്ങളുടെ, പ്രത്യേകിച്ച് നമ്മുടെ യുവതയുടെ, വിദേശത്ത് തൊഴിൽ തേടി പോകുന്ന ചെറുപ്പക്കാരുടെ സാഹചര്യങ്ങളാണ് ഇവർ രാഷ്ട്രീയമായി കളിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തുന്നത്. ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശൊക്കെ പോയിട്ടുണ്ട്. നേരത്തെ തന്നെ കേരളത്തിലെ പ്രഗത്ഭരായ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഉണ്ടായിരുന്നത്. 1957 ഇവിടുത്തെ ആദ്യത്തെ ഗവൺമെൻറ് പ്രൊഫസർ മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അതിനുശേഷം CH മുഹമ്മദ് കോയ സാഹിബ് വന്നു. ഇവർ ലോകപരിചയമുള്ളവരും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച് അറിവുള്ളവരുമാണ്. അവർ നേരത്തെ തന്നെ കേരളത്തെ ഒരു 100% നമ്മുടെ സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ സാക്ഷരതയുടെ കണക്ക് നോക്കിയപ്പോൾ വളരെ പിന്നിലായിരുന്നു മറ്റ് സംസ്ഥാനങ്ങൾ. അന്നും 90% സാക്ഷരത ഇവിടെ ഉണ്ടായിരുന്നു. അത് ET മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ കേരളത്തിൽ ഒരു പൊതുപരിപാടി നടപ്പിലാക്കി വിദ്യാഭ്യാസ രംഗത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി. അതോടുകൂടെ 100% സാക്ഷരത നേടിയ സംസ്ഥാനമായി കേരളം മാറി. അപ്പോൾ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയാണ് ഇവർ ചെയ്യുന്നതെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന സമയത്ത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നതെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ. അതേസമയം കേരളത്തിന് ലഭിക്കേണ്ടതായിരിക്കുന്ന മുഴുവൻ ഫണ്ടും, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ ഫണ്ടും തടഞ്ഞു വയ്ക്കുന്ന ഒരു സമീപനം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ അതിന് തടസ്സമില്ലാതെ ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പാണുള്ളത്. അതേസമയം കേന്ദ്ര ഗവൺമെൻറ് ഏത് ഉദ്ദേശത്തിലാണ് ഇത് കൊണ്ടുവരുന്നുള്ളത് നമ്മൾ സൂക്ഷ്മാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ട പ്രശ്നമാണ്. അതേസമയത്തോ ഇതിന് നല്ല വശം ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമാണ്. കാരണം ഇതിലിപ്പം 2 സ്കൂളിനെ സെലക്ട് ചെയ്തുകൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് അത് ഈ ഫണ്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇതൊരു ഗൂഢോദ്ദേശത്തോടു കൂടി നടപ്പിലാക്കുകയാണെങ്കിൽ അതിനെ ശരിക്കും എതിർക്കപ്പെടേണ്ടതുമാണ്. അപ്പം എനിക്ക് തോന്നുന്നു സംസ്ഥാന ഗവൺമെൻറ് ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടായിരിക്കും, അതിൻ്റെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇതിൽ ഒപ്പിടാൻ വേണ്ടി പോയിട്ടുള്ളത് എന്നാണ്, ഒപ്പിടാൻ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനോട് ഞങ്ങൾ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഡെവലപ്മെൻറ്റും ഇതൊക്കെ ഗവൺമെൻറ് വരുവാണ്, അതിനോട് ഇവിടുത്തെ ഗവൺമെൻറ് അനുകൂലിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അല്ലാതെ ഈ കാര്യത്തിൽ തന്നെ രാഷ്ട്രീയമായ ഇടപെടലുകളുണ്ട്. RSS മാതിരിയുള്ള കാര്യങ്ങൾ ഇതിൽ ഇടപെടുന്നതിനോട് നമ്മൾ യോജിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് കുട്ടികളുടെ പഠിപ്പിനെ ബാധിക്കും.